ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ലിവർ ഒന്ന് നമുക്ക് റോസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ്റെ ലിവറല്ല, ബീഫിൻ്റെയാണ്. അപ്പോൾ നമുക്കിത് ക്ലീൻ ആക്കി എടുക്കാം. ക്ലീൻ ആക്കി കിട്ടിയതാണ്, മാളിൽ നിന്ന് പാക്ക് ചെയ്ത് വെച്ചിരുന്നതിന് എടുത്തതാണ് കേട്ടോ. അതാണ് കുറച്ച് പോർഷൻ മാത്രം ഇരിക്കുന്നത്. ലിവർ മൊത്തത്തിൽ വാങ്ങിക്കുന്നവർ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ കടുക്, കറിവേപ്പില, പെരുംജീരകം കുറച്ച് ഇട്ടിട്ടുണ്ടേ. ഇനി നമുക്ക് കുറച്ച് സവോള ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഒന്നാണ് എടുത്തിട്ട് ഒരു സവോളയാണ്, കാരണം കുറച്ച് ലിവറാണുള്ളത്. അപ്പോൾ ഒരു സവോള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് അത് വഴണ്ട് വരുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിവിടെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ്റെ ലിവർ പോലെയല്ല, നല്ല രീതിയിൽ, അതായത് കുക്കിംഗ് ടൈം കൂടുതലാണ് കേട്ടോ ലിവറിന്. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതായത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്ന അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. കാരണം വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ വെച്ചത്. ഇനിയിപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയം നമുക്ക് ലിവർ ഇതിൽ കൂടെ മിക്സ് ആക്കി എടുക്കാമേ. നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ലിവർ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരും. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ലിവർ ഒന്ന് വേവിച്ചെടുക്കണം. അതുപോലെ ഞാൻ ഇതിൽ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് ഗരം മസാലയും കൂടി ആഡ് ചെയ്തത്. ഇനി നന്നായിട്ട് വേവിക്കുക. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കുമ്പോൾ അത് ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ നമുക്ക്. ഇനി ലിവറൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ, ടാറ്റാ.